നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരത്തെ ബിജെപിയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന അക്രമം. നാടെങ്ങും ബിജെപി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ഓണാഘോഷത്തിൽ ലയിച്ച് നാടും നഗരവും. വിവിധ സ്ഥാപനങ്ങളിൽ ഓണാഘോഷം നടന്നു. മഞ്ചേശ്വരത്ത് വൻ കവർച്ച. ഗൾഫുകാരന്റെ വീട് കുത്തിത്തുറന്നു മോഷണം. തെങ്ങോലയുടെ പ്രാധാന്യം വിളിച്ചറിയിച്ച് CPCRI. ശില്പശാലയും സെമിനാറും നടന്നു. വിഷരഹിത പച്ചക്കറി നൽകാൻ അജാനൂരിൽ പച്ചക്കറി വിപണനമേളയ്ക്ക് തുടക്കം. ദീർഘകാല സേവനത്തിന് ശേഷം വിരമിച്ച അധ്യാപകർക്ക് ആദരം. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ് നടന്നത്. സാർവജനിക ഗണേശോത്സവത്തിന് സമാപനം. നിമജ്ജന ഘോഷയാത്ര നടന്നു. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം BJP ആസ്ഥാനത്തിന് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധം. BJP പ്രവർത്തകർ നഗരത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. തിരുവനന്തപുരത്തെ BJP ആസ്ഥാനത്തിന് നേരെ ബോംബെറിഞ്ഞ സംഭവത്തിനെതിരെ BJP പ്രവർത്തകർ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധ പ്രകടനം നടത്തി. നാടെങ്ങും പ്രതിഷേധ പ്രകടനം നടന്നു. നിരവധി പേർ പ്രതിഷേധ പ്രകടനത്തിൽ പങ്കെടുക്കാനെത്തി. കാഞ്ഞങ്ങാട്ടും പ്രതിഷേധ പ്രകടനം നടന്നു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP ദേശീയ സമിതി അംഗം മടിക്കൈ കമ്മാരൻ ഉദ്ഘാടനം ചെയ്തു. ഭീഷണമായ അന്തരീക്ഷം സൃഷ്ടിച്ച് BJPയെ ഭയപ്പെടുത്തിക്കറിയാമെന്നുള്ള വ്യാമോഹം പാവങ്ങളുടെ ആ മനസ്സിരിപ്പതാണ്. അവർക്ക് BJP എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇവിടെ പിണറായി വിജയൻ ഭരിക്കുന്നുണ്ടെന്നുള്ളത് ശരിയാണ്. ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേദികളുണ്ട് എന്ന് പറയുന്നതിൽ സത്യമാണ്. ആ കാര്യത്തിലൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല. പക്ഷെ BJPയെ കുറിച്ച് അവർക്ക് നന്നായിട്ട് അറിയാം. അറിയാത്ത കക്ഷികളൊന്നുമില്ല അവർക്ക്. അവര് BJP ശക്തമായി ചെറുത്തു നിന്നിട്ടാണ് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടി കേരളത്തിൽ ബംഗാളിലുണ്ടായിരുന്നത് നാമവിശേഷമായി. BJP ജില്ലാ സെക്രട്ടറി വേലായുധൻ കൊടവലം, E. കൃഷ്ണൻ, അശോകൻ മേലത്ത്, HR ശ്രീധരൻ, സുകന്യ, സുകുമാരൻ, സനൽ, മനുലാൽ തുടങ്ങിയവർ സംസാരിച്ചു. മഞ്ചേശ്വരത്ത് ഗൾഫുകാരന്റെ വീട് കുത്തിത്തുറന്ന് കവർച്ച. ഉദ്യാവാര 1000 ജമാഅത്ത് പള്ളിക്ക് സമീപത്തെ ഇബ്രാഹിമിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. ഇബ്രാഹിമിന്റെ ഭാര്യയും മക്കളും വീട് പൂട്ടി കഴിഞ്ഞ ദിവസം ബന്ധുവീട്ടിൽ പോയതായിരുന്നു. ഉച്ചയോടെ തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്ന വിവരം അറിയുന്നത്. വീടിന്റെ പിറകുവശത്തെ വാതിൽ കുത്തിപ്പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നത്. അകത്തെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 55,000-ഓളം രൂപയാണ് മോഷ്ടിച്ചത്. വീടിന്റെ അകത്ത് പല ഭാഗങ്ങളായി മുളക് പൊടി വിതറിയ നിലയിലാണ്. വിവരമറിഞ്ഞ് കുമ്പള CI VV മനോജ്, മഞ്ചേശ്വരം SI P പ്രമോദ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അലമാരയിലെ വസ്ത്രങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ നിലയിലാണ്. വീടിനെ പറ്റിയും ചുറ്റുപാടുകളെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവരാണ് മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം. ഓണാഘോഷത്തിമിർപ്പിൽ നാടും നഗരവും. ധനലക്ഷ്മി ബാങ്ക് കാഞ്ഞങ്ങാട് ശാഖയിലും ഓണാഘോഷം നടന്നു. ഓണാഘോഷത്തിൽ ലയിക്കുകയാണ് നാടും നഗരവും. സർക്കാർ സ്ഥാപനങ്ങളിലെയും സ്വകാര്യ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു തുടങ്ങി. കാഞ്ഞങ്ങാട് ധനലക്ഷ്മി ബാങ്കിന്റെ ശാഖയിൽ ഓണം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി പൂക്കളവും ഒരുക്കിയിരുന്നു. ജീവനക്കാരുടെ സംഗമവും നടന്നു. അധ്യാപക ദിനത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും വിരമിച്ചവരെ ആദരിച്ചു. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആദരിക്കൽ ചടങ്ങ് നടന്നത്. വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിച്ച റിട്ടയർഡ് DD ശ്രീകൃഷ്ണ അഗിത്തായ, റിട്ടയർഡ് ഹെഡ്മാസ്റ്റർമാരായ KA ജോസഫ്, MC അഗസ്റ്റിൻ എന്നിവരെ ആദരിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി ആദരിക്കൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അധ്യാപകന്മാരുടെ അധ്യാപകനായിരുന്ന മുൻ രാഷ്ട്രപതി ഡോക്ടർ S. രാധാകൃഷ്ണന്റെ ജന്മദിനമാണ്
ലോകമെന്ന് അധ്യാപക ദിനമായി ആചരിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രപതിയായിരിക്കുമ്പോൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട ഒരുപറ്റം വിദ്യാർത്ഥി സമൂഹത്തോട് അദ്ദേഹത്തെ ചെന്ന് കണ്ട ഒരു വിദ്യാർത്ഥി കൂട്ടായ്മ വിദ്യാർത്ഥി സമൂഹം അദ്ദേഹത്തോട് പറഞ്ഞു, അങ്ങയുടെ ജന്മദിനം ഞങ്ങൾ കളിയും ചിരിയും ഒക്കെയായി ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് അനുവാദം തരണമെന്ന് പറഞ്ഞപ്പോൾ എച്ച് റംഷീദ് അധ്യക്ഷനായി. ഹോസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ് നടന്നത്. PTA പ്രസിഡന്റ് സുരേഷ് ബാബു, സീനിയർ അസിസ്റ്റന്റ് PM ഉഷ, ഹെഡ് മാസ്റ്റർ ജയരാജൻ മാസ്റ്റർ, സ്റ്റാഫ് സെക്രട്ടറി ടി മൊയ്തു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അജാനൂർ പഞ്ചായത്തിലെ മടിയനിൽ പച്ചക്കറി വിപണന കേന്ദ്രം തുടങ്ങി. കൃഷിഭവന്റെയും കൊളവയൽ ഗുഡ് ക്ലസ്റ്ററിന്റെയും സഹകരണത്തോടെയാണ് പച്ചക്കറി ചന്ത തുടങ്ങിയത്. അജാനൂർ ഗ്രാമപഞ്ചായത്തും കൃഷിഭവനും സംയുക്തമായി മടിയനിൽ പച്ചക്കറി വിപണന കേന്ദ്രം തുറന്നു. കൊളവയർ ഗുഡ് ക്ലസ്റ്ററിന്റെ സഹകരണത്തോടെയാണ് പച്ചക്കറി ചന്ത ആരംഭിച്ചത്. ജനങ്ങൾക്ക് വിഷരഹിതമായ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ ലഭിക്കുന്നതിനായി കർഷകരിൽ നിന്നും നേരിട്ടാണ് പച്ചക്കറികൾ ശേഖരിക്കുന്നത്. അജാനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് P ദാമോദരൻ പച്ചക്കറി ചന്ത ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിനകത്ത് എല്ലാ വീടുകളിൽ ജൈവ പച്ചക്കറി ഏൽപ്പിക്കാൻ കഴിയുമെന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നമ്മളിവിടെ നടത്തി വരുന്നത്. പ്രത്യേകിച്ച് ഓണനാളുകളിൽ, അതുപോലെ തന്നെ ബക്രീദ് ദിനങ്ങൾ നാം വരികയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ വീടുകളിലും ജൈവ പച്ചക്കറി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് കൃഷിവകുപ്പും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഗുഡ് ക്ലസ്റ്റർ ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വിഷാംശമില്ലാത്ത പച്ചക്കറി വിതരണം ചെയ്യണമെന്ന ലക്ഷ്യമാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ ലക്ഷ്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത ഗംഗാധരൻ അധ്യക്ഷയായി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MV രാഘവൻ, കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ K സജിനിമോൾ, ഹമീദ് ചേരക്കടവത്ത്, ADC അംഗം കുഞ്ഞബ്ദുള്ള, കൃഷി ഓഫീസർ PV അർജിത തുടങ്ങിയവർ സംസാരിച്ചു. തെങ്ങോലയുടെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും ഇവയുടെ പ്രസക്തി പുതുതലമുറയെ ബോധ്യപ്പെടുത്തുന്നതിനുമായി ശില്പശാലയും സെമിനാറും സംഘടിപ്പിച്ചു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി CPCRA ആണ് പരിപാടി സംഘടിപ്പിച്ചത്. കരകൗശല ഉൽപ്പന്നങ്ങളും കളിക്കോപ്പുകളും അലങ്കാര വസ്തുക്കളും പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത്. CPCRA ക്യാമ്പസിൽ നടന്ന ശില്പശാല ചിത്രകാരൻ KK മാരാർ ഉദ്ഘാടനം ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ വരെ വരുന്ന പഴയ കോലത്തുനാട് തെങ്ങോല കൊണ്ട്, കുരുത്തോല കൊണ്ട് ഇത്രയേറെ മനോഹരമായ വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു പ്രദേശം. അത് കേരളത്തിൽ, ഇപ്പൊ തെക്കൻ കേരളത്തിൽ പടയണിയുണ്ട്. പടയണിയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, അതും എനിക്ക് തോന്നുന്നത് CPCRA പോലെയുള്ള ഒരു സ്ഥാപനത്തിന് മുൻകൈ എടുക്കാം. കാരണം അവിടെ പാളയാണ് ഉപയോഗിക്കുന്നത്. പടയണിയിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ പാളയാണ്, കൗങ്ങി പാളയാണ്. കേരളത്തിലെ പ്രശസ്ത കലാകാരന്മാരും കരകൗശല വിദഗ്ധരും ശില്പശാലയിൽ പങ്കെടുത്തു. സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി CPCRAയും തൃക്കരിപ്പൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഫോക്ലാൻഡ് എന്ന അന്താരാഷ്ട്ര നാടൻ കലാ പഠന കേന്ദ്രവും ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സൗജന്യമായി നടത്തിയ ശില്പശാലയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നിരവധി പേർ പങ്കെടുത്തു. ഡോക്ടർ ചൌഡപ്പ, ഡോക്ടർ മുരളീധരൻ, ഡോക്ടർ ജയരാജൻ, ഡോക്ടർ ജഗന്നാഥൻ, ഡോക്ടർ തമ്പാൻ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ഇന്ത്യയിലെ ആദ്യത്തെ കടൽത്തീര സസ്യങ്ങളുടെ തോട്ടം ഇനി അഴിത്തലയിൽ. സാധ്യതാ പഠനം തുടങ്ങി. നീലേശ്വരം നഗരസഭയുടെ നേതൃത്വത്തിലാണ് പഠനം. തൈക്കടപ്പുറം അഴിത്തലയിൽ പുളിമൂട്ടിന് സമീപം രൂപം കൊണ്ട മണൽപ്പരപ്പിൽ തീരസസ്യങ്ങളുടെ സ്പെസിമെൻ തോട്ടമുണ്ടാക്കാനാണ് നീലേശ്വരം മുനിസിപ്പാലിറ്റി ബയോഡൈവേഴ്സിറ്റി മാനേജിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഠനം ആരംഭിച്ചത്. നിരവധി കടൽത്തീര സസ്യങ്ങൾക്ക് പുറമെ കണ്ടൽ വൃക്ഷങ്ങളും നട്ടുവളർത്താൻ പദ്ധതിയുണ്ട്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ തീരസസ്യങ്ങളുടെ തോട്ടമാണ് അഴിത്തലയിൽ തുടക്കം കുറിക്കുന്നത്. തീരത്ത് കാണുന്ന ഒട്ടുമിക്ക ഇനങ്ങളും ഇവിടെയുണ്ട്. അത് സംരക്ഷിക്കാനും പുതിയ സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കാനും ഉള്ളത് സംരക്ഷിച്ചെടുക്കാനുള്ളൊരു പദ്ധതിയാണ് നമ്മൾ കാണേണ്ടത്. രൂപരേഖയാണ് ഉണ്ടാവേണ്ടത്. പുതിയതായിട്ട് വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഈ പുലിമുട്ടിനോട് ചേർന്ന് മണ്ണിന്
ചളിപ്പറ്റ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അത് ഈ ചെടികൾ, ഈ അടമ്പുകളുള്ള ചെടികൾ ഇതിനെ പിടിച്ചു വെച്ചിട്ട്, എക്കലിനെ പിടിച്ചു വെച്ചിട്ട് മണൽ, തനി മണൽ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ചെളിയുടെ പറ്റ് വന്നു തുടങ്ങിയാൽ ഉപ്പൂറ്റി പോലുള്ള മരങ്ങൾ വളരെ എളുപ്പം വെച്ച് പിടിപ്പിക്കാൻ പറ്റും. ഉപ്പൂറ്റി പറ്റും, ഉങ്ങ് പറ്റും. ഭ്രാന്തം കണ്ടിൽ ആ ഓര് വെള്ളം കയറി നിൽക്കുന്ന തടം രൂപപ്പെട്ടിട്ടുള്ള സ്ഥലത്ത് ഭ്രാന്തം കണ്ടിൽ കുറച്ച് ശ്രദ്ധിച്ചാൽ, കുറച്ച് ശ്രദ്ധയോടെ വെച്ച് പിടിപ്പിച്ചാൽ കിട്ടാവുന്നതാണ്. ഇത് ഉപ്പൂറ്റിയുടെ ഒരു പ്രത്യേകത, ഉപ്പൂറ്റി വലിയ മരമായി വളരുന്ന ചെടിയാണ്, മരമാണത്. അതിൻ്റെ വിത്ത് ഇപ്പോൾ അതിൻ്റെ വിത്തിൻ്റെ സമയമാണ്. അത് എടുത്തിട്ട് ചാക്കിൽ ചളി നിറച്ചിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിനത്രേ വേണ്ടൂ. ഒരു 2-3 മാസത്തെ പരിചരണം ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് പിടിച്ചു കയറുന്ന ചെടിയാണ്. ഉങ്ങും അങ്ങനെയാണ്, എപ്പോഴും പച്ചയായിട്ടുള്ള ഔഷധ ഗുണമുള്ള ചെടിയാണ്. അങ്ങനെ ഉള്ളതെല്ലാം ആറ്റുമുല്ല, പുഴമുല്ല, അപ്പ, പിന്നെ ചായപ്പുല്ല്, കീച്ചിപ്പുല്ല്, അങ്ങനെയുള്ള ഇനങ്ങളെല്ലാം ഇവിടെ വളരെ സമൃദ്ധമായിട്ട്, പിന്നെ കടൽ ഭദ്രാക്ഷം പോലുള്ള വളരെ അപൂർവമായിട്ടുള്ള ചെടി എല്ലാം ഇവിടെ ഉണ്ട്. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ കല്ലേൻ പൊക്കുടന്റെ മകൻ ആനന്ദ് സ്ഥലം സന്ദർശിച്ചു. പരിസ്ഥിതി പ്രവർത്തകൻ പ്രവീൺ, TP ബീന, K പ്രകാശൻ, ബാബു, MB രമേശൻ, KP ബാബു തുടങ്ങിയവർ സന്ദർശനത്തിൽ സംബന്ധിച്ചു. കേന്ദ്ര സംസ്ഥാന ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ സർക്കാർ ജീവനക്കാർ സായാഹ്ന ധർണ നടത്തി. ഡെമോക്രാറ്റിക് എംപ്ലോയീസ് കോൺഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സായാഹ്ന ധർണ സംഘടിപ്പിച്ചത്. കേന്ദ്ര ഗവൺമെന്റിന്റെ നയവൈകല്യങ്ങൾ മൂലം മുമ്പെങ്ങുമില്ലാത്ത വിധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റം ജനജീവിതം അനുദിനം ദുസ്സഹമാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മേഖലകളിലും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് പൊതുവിപണിയിൽ യാതൊരു ഇടപെടലും നടത്താത്ത സാഹചര്യത്തിലാണ് ജീവനക്കാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന സായാഹ്ന ധർണ KPCC സെക്രട്ടറി K നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. സാധാരണ ജനവിഭാഗങ്ങളെ വെല്ലുവിളിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന് എത്ര കാലം നമ്മുടെ സംസ്ഥാനത്ത് ഭരണവുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്നതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വിലക്കയറ്റത്തെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്ന BJP അന്ന് UPA ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലുണ്ടായ ആ വിലക്കയറ്റം ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കുറയ്ക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ പൊതു തെരഞ്ഞെടുപ്പിൽ BJP രാജ്യത്താകമാനം പ്രചരണം നടത്തിയത്. പക്ഷേ 27 മാസമായിട്ടും അധികാരത്തിൽ വന്നിട്ട് വിലക്കയറ്റം പിടിച്ചു നിർത്താനുള്ള ഒരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്ന വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയാം. PV രമേശൻ, V ദാമോദരൻ, MB കുഞ്ഞിമൊയ്തീൻ, C സുകുമാരൻ, CP ഉണ്ണികൃഷ്ണൻ, A ഭുവനേന്ദ്രൻ നായർ, പ്രകാശൻ കരിച്ചേരി, ബാലകൃഷ്ണൻ നമ്പ്യാർ, A ഷാഹുൽ ഹമീദ് തുടങ്ങിയവർ സംസാരിച്ചു. കൊച്ചിയിൽ നിന്ന് കാസർഗോട്ടേക്ക് വരികയായിരുന്ന മീൻ ലോറി ചന്ദ്രഗിരി പാലത്തിന് സമീപം മറിഞ്ഞു. നിയന്ത്രണം വിട്ട ലോറി റോഡരികിലെ മൺതിട്ടയിൽ ഇടിച്ച ശേഷമാണ് മറിഞ്ഞത്. അപകടത്തിൽ ലോറി ഡ്രൈവർ പഴയങ്ങാടിയിലെ ഷെരീഫിന് ഗുരുതരമായി പരിക്കേറ്റു. ഇയാൾ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ലോറിയുടെ മുൻഭാഗത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു ഷെരീഫ്. കൊച്ചിയിൽ നിന്നും മീനുമായി കാസർഗോട്ട് മാർക്കറ്റിലേക്ക് വരികയായിരുന്നു ലോറി. ബുധനാഴ്ച രാവിലെ 8 മണിയോടെയാണ് അപകടം നടന്നത്. KSTP റോഡിൽ സിഗ്നലുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. കഴിഞ്ഞയാഴ്ചയാണ് തൃക്കണ്ണാട് വെച്ച് പ്രശാന്ത് എന്ന +1 വിദ്യാർത്ഥി കാറിടിച്ചു മരിച്ചത്. ഇതിനെതിരെ നാട്ടുകാർ റോഡ് ഉപരോധമടക്കമുള്ള സമരപരിപാടികളുമായി രംഗത്ത് വന്നിരുന്നു. KSTP റോഡിലെ അപാകതകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യുവജന സംഘടനകൾ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കാനിരിക്കുകയാണ്. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോളേജിന്റെ പ്ലാനിംഗ് ഫോറം ഉദ്ഘാടനം നടന്നു. ഓണാഘോഷ പരിപാടികളും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് കുന്നുമ്മൽ കോപ്പറേറ്റീവ് ട്രെയിനിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ 2016-17 വർഷത്തെ പ്ലാനിംഗ് ഫോറം രൂപീകരിച്ചു. മുനിസിപ്പൽ ചെയർമാൻ VB രമേശൻ പ്ലാനിംഗ് ഫോറം ഉദ്ഘാടനം ചെയ്തു. അതായിരിക്കട്ടെ നിങ്ങൾ ആദ്യത്തെ പരിപാടി. നഗരസഭയുടെ 10-ാം തീയതി 10 മണി 10:30 നോർത്ത് കോട്ടയത്തിൽ നിന്ന് നഗരപ്രദർശനം, നഗര ചുറ്റിയുള്ള സാംസ്കാരിക ഘോഷയാത്രയിൽ നിങ്ങളുടെ കോളേജിൽ ഫോട്ടോ വരട്ടെ സാധാരണ സന്ദേശം വിളിച്ചുകൊടുക്കുന്നു. പ്രിൻസിപ്പൽ R മുരളീധരൻ അധ്യക്ഷനായി. K വിശ്വനാഥൻ, ജയരാജൻ വടവതി, നീതു കരുണാകരൻ, P അശോകൻ, TP സുനിൽകുമാർ, B സുജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള പൂക്കളവും ഒരുക്കിയിരുന്നു. വിവിധ കലാകായിക മത്സരങ്ങളും അരങ്ങേറി. സാർവജനിക ഗണേശോത്സവം സമിതിയുടെ 12ാം സാർവജനിക ഗണേശോത്സവത്തിന് സമാപനം. ഭക്തിയുടെ നിറവിൽ നിമഞ്ജന ഘോഷയാത്ര നടന്നു.
4 ദിവസങ്ങളിലായി നടന്നുവന്ന 12ാമത് സാർവജനിക ഗണേശോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. ഗണേശോത്സവത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര സംഘടിപ്പിച്ചു. ഹൊസ്ദുർഗ് അമ്മനവർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര ശ്രീകൃഷ്ണ മന്ദിരം വഴി നഗരപ്രദക്ഷിണം നടത്തി. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നടന്ന ഘോഷയാത്രയ്ക്ക് വിവിധ വേഷങ്ങളും മുത്തുക്കുടകളും കലാരൂപങ്ങളും മാറ്റുകൂട്ടി. നഗരപ്രദക്ഷിണത്തിന് ശേഷം പുതിയവടപ്പ് കടപ്പുറത്ത് വിഗ്രഹ നിമജ്ജന ഘോഷയാത്ര സമാപിച്ചു. ആദ്യകാല അധ്യാപക ദമ്പതികളെ ആദരിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ബേക്കൽ ഫോർട്ടിന്റെ നേതൃത്വത്തിലാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. നാടിന് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ അജാനൂർ മാപ്പിള LP സ്കൂളിലെ ആദ്യകാല അധ്യാപകരായ ശ്രീധരൻ മാസ്റ്ററെയും ഭാര്യ സെലീന ടീച്ചറെയുമാണ് ആദരിച്ചത്. അധ്യാപക ദിനത്തിൽ ശ്രീധരൻ മാസ്റ്ററുടെ വീട്ടിലെത്തിയാണ് ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ലയൺസ് ക്ലബ്ബ് ഓഫ് ബേക്കൽ പോർട്ടിന്റെ നേതൃത്വത്തിലായിരുന്നു ആദരിക്കൽ ചടങ്ങ് സംഘടിപ്പിച്ചത്. ലയൺസ് ക്ലബ്ബ് ഓഫ് ബേക്കൽ പോർട്ട് പ്രസിഡന്റ് ഖാലിസ് പാലക്കി പൊന്നാട അണിയിച്ച് ആദരിച്ചു. അന്ന് നമ്മൾ ഇന്നിപ്പം പല സ്കൂളുകളിലും അധ്യാപകർക്ക് കുട്ടികളുടെ കാര്യങ്ങളിൽ ഓരോന്ന് പറഞ്ഞും അവരെ പേടിപ്പിച്ച് അവരെ പുറകെ നടന്നാൽ പോലും അവർ പറഞ്ഞനുസരിക്കാത്ത ആ ഒരു ലെവലിലേക്ക് ഇന്നത്തെ സാഹചര്യം മാറിയെങ്കിൽ അന്നത്തെ സാഹചര്യത്തിൽ അതല്ല ഉണ്ടായത്. മാഷോടുള്ള സ്നേഹം കൊണ്ടും അതുപോലെ ടീച്ചർ സ്നേഹം കൊണ്ടായാലും കുട്ടികൾ അവിടെ ബഹളം വെച്ച് ഇത് ചെയ്യുന്നുണ്ടെങ്കിലും മാഷ് ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മാഷ് കൈവച്ചിട്ട് ഒരു വിസിലുണ്ട്. ആ വിസിൽ കേട്ടാൽ മുഴുവൻ കുട്ടികളും സൈലന്റായിരിക്കും. അത് മാഷൊന്നും ചെയ്യുന്നത് കൊണ്ടല്ല. ചടങ്ങിൽ ലയൺസ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് PM നാസർ, MP ഹനീഫ്, സെക്രട്ടറി അൻവർ ഹസൻ, PM കുഞ്ഞബ്ദുള്ള, ഡോക്ടർ ജയന്ത് നമ്പ്യാർ, PR ഹാറൂർ തുടങ്ങിയവർ സംസാരിച്ചു. രാവണേശ്വരം ചിരക്കര തറവാട് കലശോത്സവത്തിന് സമാപനം. അന്നദാനവും നടന്നു. രാവണേശ്വരം ചിരക്കര തറവാട്ടിലെ പുനഃപ്രതിഷ്ഠാ കലശോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ സമാപനമായി. 3 ദിവസങ്ങളിലായി നടന്ന കലശോത്സവ ചടങ്ങുകൾക്ക് അരവത്ത് KU ദാമോദര തന്ത്രികൾ കാർമ്മികത്വം വഹിച്ചു. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ശേഷം അന്നദാനവും നടന്നു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തി. മൂലക്കണ്ടം ഗുളികൻ ദേവസ്ഥാനത്തെ ഗുളികൻ ദേവോത്സവം ഒക്ടോബർ 27, 28 തീയതികളിൽ നടക്കും. ആദ്യ ഫണ്ട് ശേഖരണം നടന്നു. മൂലക്കണ്ടം ഗുളികൻ ദേവസ്ഥാനത്തെ ഗുളികൻ ദൈവോത്സവത്തിന് ഒരുക്കങ്ങൾ തുടങ്ങി. ഒക്ടോബർ 27, 28 തീയതികളിലാണ് ഗുളികൻ ദൈവം കെട്ട് മഹോത്സവം നടക്കുന്നത്. 27 രാവിലെ 9:30 കലവറ നിറക്കൽ ഘോഷയാത്ര നടക്കും. രാത്രി 8 മണിക്ക് പാലന്തായിക്കണ്ണൻ വിൽക്കലാമേളയും അരങ്ങേറും. 28 രാവിലെ 11 മണിക്ക് ഗുളികൻ ദൈവം കെട്ടിയാടും. ആഘോഷത്തിന് മുന്നോടിയായി നടന്ന ചടങ്ങിൽ ഗണപതി പട്ടുമാവുങ്കാൽ ആദ്യ ഫണ്ട് കൈമാറി. ആഘോഷ കമ്മിറ്റി സെക്രട്ടറി P മാധവൻ, സുരേന്ദ്രൻ കാട്ടുകുളങ്ങര, K സുരേശൻ മൂലക്കണ്ടം, കുഞ്ഞിരാമൻ ആചാരി തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണോത്ത് താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തെ തെയ്യംകെട്ട് മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു. കണ്ണൂത്ത് താനത്തിങ്കാൽ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തെ കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായുള്ള സംഘാടക സമിതി രൂപീകരണ യോഗം ദേവസ്ഥാനാങ്കണത്തിൽ വെച്ചാണ് നടന്നത്. K കുഞ്ഞിരാമൻ MLA ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആ പരിപാടി നല്ല ഭംഗിയാക്കി നടത്തിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാരാണ് ഈ യോഗത്തിരിക്കുന്ന മിക്ക ആളുകളും. കല്യോട്ട് തന്നെ ഇവിടെ തന്നെ ഇതിനു മുമ്പേ 10-27 വർഷങ്ങൾക്ക് മുമ്പേ ഒരു പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെ ഉത്സവം നടന്നതായി നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടാവുന്നു. 10-35 വയസ്സ് പ്രായമുള്ള എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാവും. 27 വർഷം തന്നല്ലോ 10 വയസ്സ് പ്രായമുള്ളവർക്ക് എന്തായാലും ഓർമ്മയുണ്ടാവാൻ സാധ്യതയുണ്ട്. 10 വയസ്സ് വരെ ചെറുപ്പകാലത്തിൻ്റെ ഓർമ്മ എപ്പോഴും നിലനിൽക്കുന്നതാണ്. അപ്പോൾ 35-37 വയസ്സ് പ്രായമുള്ളവർക്ക് എന്തെങ്കിലും മുമ്പേ തെയ്യം കെട്ട് നടന്ന കാര്യം എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ചടങ്ങിന്റെ ഭാഗമായി ഇപ്പോൾ ഇവിടെ വീണ്ടും ഉത്സവം നടക്കുകയാണ്. കൃഷ്ണൻ താനത്തിങ്കാൽ അധ്യക്ഷനായി. T രാമകൃഷ്ണൻ, ശാരദ S നായർ, P കൃഷ്ണൻ, C രാജൻ പെരിയ, A ഗോവിന്ദൻ നായർ, നാരായണൻ, കാട്ടൂർ തമ്പാൻ നായർ, വയലപ്പുറം നാരായണൻ, രമേശ് യാദവ് തുടങ്ങിയവർ സംസാരിച്ചു. സംഘാടക സമിതി ചെയർമാനായി കൃഷ്ണനെയും വർക്കിംഗ് ചെയർമാനായി C രാജൻ പെരിയയെയും ജനറൽ കൺവീനറായി MK സുനന്ദയെയും ട്രഷററായി ഗോവിന്ദൻ കൂരാങ്കരയെയും തെരഞ്ഞെടുത്തു. സ്കേറ്റിംഗ് രംഗത്ത് വിസ്മയം തീർത്ത് സഹോദരങ്ങൾ.
നീലേശ്വരത്ത് പള്ളിക്കരയിലെ വിഷ്ണുപ്രിയയും വൈഷ്ണവിയുമാണ് ആ സഹോദരങ്ങൾ. നീലേശ്വരം പള്ളിക്കരയിലെ വിഷ്ണുപ്രിയയും വൈഷ്ണവിയുമാണ് സ്കേറ്റിംഗ് രംഗത്ത് വിസ്മയ സഹോദരങ്ങളായി മാറിയിരിക്കുന്നത്. 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വിഷ്ണുപ്രിയയും 3ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ വൈഷ്ണവിയും ഈ ചെറുപ്രായത്തിൽ തന്നെ സ്കേറ്റിംഗ് രംഗത്തെ മിന്നും താരങ്ങളായി മാറിക്കഴിഞ്ഞു. ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ ഇവർ വാരിക്കൂട്ടിയത് നിരവധി മെഡലുകളാണ്. സിംഗപ്പൂരിൽ നടന്ന ലോക റെക്കോർഡിനർഹമായ സ്കേറ്റിംഗ് മാരത്തോണിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത 12 പേരിൽ ഒരു കുട്ടിയാണ് വിഷ്ണുപ്രിയ. റിലേയിൽ 2 ദിവസം കൊണ്ട് 3150 കിലോമീറ്ററാണ് മാരത്തോൺ പൂർത്തിയാക്കിയത്. ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 21, 22 തീയതികളിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ 100, 200 റിലേകളിലായി 1ഉം 2ഉം സ്ഥാനം നേടുകയുണ്ടായി. സിംഗപ്പൂരിൽ വെച്ച് നടന്ന ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ അടക്കം നേടിയ താരമാണ് വിഷ്ണുപ്രിയ. ചേച്ചി മെഡലുകളടക്കമുള്ള സമ്മാനങ്ങൾ വാരിക്കൂട്ടുമ്പോഴും അനിയത്തിയും താരമായി മാറുകയായിരുന്നു. ഡിസ്ട്രിക്ട് ലെവലിൽ പങ്കെടുത്തു, സ്റ്റേറ്റ് പങ്കെടുത്തു, ഇന്റർനാഷണൽ പങ്കെടുത്തു, ഇപ്പോൾ വേൾഡ് റെക്കോർഡും ചെയ്തു. കേരളത്തിൽ നിന്ന് 12 പേരുണ്ടായിരുന്നു. അതിലത്തെ ഒരാൾ ഞാനായിരുന്നു. കാസർഗോഡ് നിന്നായിട്ട് തന്നെ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഓവറോൾ ആയിട്ട് 1000 ആൻഡ് മോർ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് 2-3 സ്റ്റേറ്റിന് മാത്രമേ ഈ റെക്കോർഡ് ഇതുവരെ ഇതാക്കാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ടീം 3150 കിലോമീറ്റർ കവർ ചെയ്തു. 200 മീറ്ററിൻ്റെ ബാൻഡ് ട്രാക്കിലായിരുന്നു ചെയ്തത്. ഇത് നോൺ സ്റ്റോപ്പ് റിലേ സ്കേറ്റിംഗ് ആയിരുന്നു. 2 ദിവസം നിർത്താണ്ട് ചെയ്തായിരുന്നു ഓരോരോ ടീമായിട്ട്. പിന്നെ എൻ്റെ അനിയത്തി വൈഷ്ണവി സ്കേറ്റിംഗ് ചെയ്യാറുണ്ട്. അവൾ പാലക്കാട് വെച്ച് നടന്നതിൽ 2 ഫസ്റ്റും സൗത്ത് സോണിൽ വെച്ച് നടന്നതിൽ 2 ഫസ്റ്റും ചെയ്തു. പാലക്കാട് നടന്ന ഇന്റർ സ്കൂൾ മീറ്റിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി കഴിവ് തെളിയിച്ചു. കൂടാതെ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ സമ്മാനങ്ങൾ നേടി. ഇരുവരും മലബാർ മീറ്റിൽ നിരവധി തവണ വാശിയേറിയ മത്സരങ്ങളിൽ മാറ്റുരച്ച് കഴിവ് തെളിയിച്ചവരാണ്. ആൺകുട്ടികളുടെ മികവ് പ്രകടമാക്കുന്ന സ്കേറ്റിംഗ് രംഗത്ത് പെൺകരുത്തിന്റെ കഴിവ് തെളിയിച്ചിരിക്കുകയാണ് ഈ സഹോദരങ്ങൾ. ഈ രംഗത്തെ ഇവരുടെ പരിശീലകന്മാരാണ് ദീക്ഷിത്, ദീപേഷ് സുരേഷ്, ശരത്ത് എന്നിവർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തിരുവനന്തപുരത്തെ ബിജെപിയുടെ ആസ്ഥാനത്തിന് നേരെ നടന്ന അക്രമം. നാടെങ്ങും ബിജെപി പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. ഓണാഘോഷത്തിൽ ലയിച്ച് നാടും നഗരവും. വിവിധ സ്ഥാപനങ്ങളിൽ ഓണാഘോഷം നടന്നു. മഞ്ചേശ്വരത്ത് വൻ കവർച്ച. ഗൾഫുകാരന്റെ വീട് കുത്തിത്തുറന്ന് മോഷണം. തെങ്ങോലയുടെ പ്രാധാന്യം വിളിച്ചറിയിച്ച് CPCRI. ശില്പശാലയും സെമിനാറും നടന്നു. വിഷരഹിത പച്ചക്കറി നൽകാൻ അജാനൂരിൽ പച്ചക്കറി വിപണനമേളയ്ക്ക് തുടക്കം. ദീർഘകാല സേവനത്തിന് ശേഷം വിരമിച്ച അധ്യാപകർക്ക് ആദരം. ഹൊസ്ദുർഗ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ചടങ്ങ് നടന്നത്. സാർവജനിക ഗണേശോത്സവത്തിന് സമാപനം. നിമജ്ജന ഘോഷയാത്ര നടന്നു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.